ആ അമേരിക്കക്കാരാണ് അഫ്ഗാനികളെ കുറിച്ച് പറയുന്നത്. ആര് കുട്ടികളെ കൊന്നാലും പാവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ എന്താ പറഞ്ഞേ? കുറച്ച് കുട്ടികളെ കൊല്ലപ്പെട്ടേ കണ്ടു. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും പരിശുദ്ധരാണ്. കുട്ടികളെ കൊല്ലരുത് ഒരു മതത്തിന്റെ പേരിലും എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? അന്യ സമുദായത്തിൽപ്പെട്ട് യുദ്ധം നടക്കുമ്പോ അമുസ്ലിങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു പെണ്ണ്, അതായത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ആയുധം എടുത്തു കൊടുത്തൊരു പെണ്ണ്, ആ പെണ്ണിനെ മുസ്ലിങ്ങളുടെ കൈകളാൽ കൊല്ലപ്പെട്ടോ പ്രവാചകൻ കോപാകുലനായി. പ്രവാചകന് കരഞ്ഞു. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അന്യമത്ത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ആണുങ്ങളോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ, അവരുടെ പെണ്ണുങ്ങൾ തുടരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചെയ്തത് പാപമാണ്. എന്നിട്ട് ആ സ്വഹാബി പറയാണ്, ഞാൻ മുസ്ലിം അല്ലായിരുന്നെങ്കിൽ ആലോചിച്ചു പോയി. അത്രയും പ്രവാചകനെ ചീത്ത പറഞ്ഞു. അതാണ് മുഹമ്മദ് നബി അല്ലേ? യദസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാബത് ഇതിക്കാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ആചാര്യൻ വരും, ശിഷ്യന്മാരോടുകൂടി വാഴുകയും ചെയ്യും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും എന്ന് ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ വാചകം ഒരിക്കലും നമ്മൾ മറക്കരുത്. ബാന്ധവ മാനവ സർവേ സ്വദേശാഭവനത്രയും, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബം. നോക്ക്, നാദാപുരത്ത് ഈ ജനുവരി 4 മുതൽ 11 തീയതി വരെ വമ്പിച്ച ഒരു മതപ്രബോധന പ്രോഗ്രാം നടക്കുകയാണ്. ആർക്കും അവിടെ വരാം. സ്വാമിജിമാരുണ്ട്, പള്ളിയിലച്ചന്മാരുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അവിടെ വലിയ സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ്. ഈ നാട്ടിൽ പ്രത്യേകിച്ച് പാറക്കടമൊക്കെ ചെന്നപ്പോ സാമുദായികമായ സംഘർഷങ്ങൾ വർഷങ്ങളായി നിലക്കുന്ന സ്ഥലമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഒരുപാട് അമ്മമാർ കരഞ്ഞു, ഒരുപാട് ഭാര്യമാർ വിധവകളായി അല്ലേ? ഒരു മനുഷ്യന് 51 വട്ടൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരിലാണെങ്കിലും മഹാപാപമല്ലേ? അയാൾക്ക് 100 വയസ്സിന്റെ 100 വെട്ടൂലായിരുന്നു, ഭാഗ്യത്തിന് 51 ആയിപ്പോയത്. അയാൾക്ക് 88 വയസ്സിന്റെ 88 തവണ വെട്ടൂലേ? മനുഷ്യൻ എങ്ങനെ ക്രൂരനായിപ്പോയി? മനുഷ്യൻ എങ്ങനെയായി? ഏത് രാഷ്ട്രീയത്തിന് എന്തിന്റെ പേരിലായിരുന്നാലും എത്ര മനുഷ്യരെ അവിടെ കൊല്ലപ്പെടുന്നത്? എന്നെങ്കിലും ഒരു വേദന തോന്നിയിട്ടുണ്ടോ? എനിക്കൊക്കെ തന്നെയും നമ്മളിപ്പോ ഒരാളെ ഒരു വെറുതെ പരിചയത്തിനും തല്ലിപ്പോയപ്പോ എത്ര ഊക്ക് കൂടിപ്പോയില്ലേ, സാരല്ലേ കേട്ടോ എന്ന് പറ. അതാ മനുഷ്യൻ. ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ചരിത്രത്തിൽ മഹാസംഭവം ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നബിയും അനുയായികളും ഒരു കുന്നിൻ ചെരുവിലൂടെ യാത്ര പോവുകയാണ്. നല്ല തണുപ്പുള്ള രാത്രി, നല്ല തണുപ്പാണ്. അപ്പൊ പ്രവാചകൻ അവര് ഒരു ടെന്റോ കെട്ടിക്കൊടുത്ത് പ്രവാചകം എടുക്കുക. അപ്പൊ താഴത്ത് നല്ല തണുപ്പായപ്പോ അവരവിടെ തീയിട്ടു. പ്രവാചകൻ ടെന്റിൽ ഓടി വന്നിട്ട് അതിനെ പരിസരം പരിശോധിച്ചപ്പോ അതിലെ ഉറുമ്പുകൾ ചാലിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, ആരാ ഈ തീയിട്ടത്? എത്രയും പെട്ടെന്ന് ഈ തീ അണയ്ക്കണം. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നില്ലേ? ഈ ഉറുമ്പ് ചാലിട്ടൊഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഉറുമ്പ് അഗ്നിക്കിരയാകാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് ആ തീ അണഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാ, പടച്ചോനെ നിനക്ക് സ്തുതി. ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയായില്ല, പടച്ചോനെ നിനക്ക് സ്തുതി. ആ നബി മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിക്കുവോ? എന്തെങ്ങളീ പറയുന്നത്? ആ പ്രവാചകൻ നോക്ക്, ആ പ്രവാചകന്റെ കൂടെ സ്വഹാബത്ത് പോകാൻ. അപ്പൊ ഒരു മരപ്പത്തിൽ പ്രാക്കുട്ടിയുണ്ട്, പ്രാക്കുഞ്ഞ്. ആ പ്രാപ്പത്തിൽ കയറി പ്രാക്കുഞ്ഞിനെ എടുത്ത് പ്രവാചകന്റെ കൈ കൊടുത്തു. പ്രവാചകന്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകി. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഈ പ്രാക്കുട്ടിയെ എടുക്കുമ്പോ അതിന്റെ തള്ളപ്പക്ഷി നിങ്ങളെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബി പറയാണ്, അനുചരൻ പറയാണ്, അതെ, എന്റെ പിന്നാലെ വന്നു, എന്റെ കയ്യിൽ കൊത്തിക്കൊണ്ടേയിരുന്നു, എന്റെ കയ്യിൽ അത് കൊത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് വീണ്ടും നീട്ടി. അപ്പൊ പ്രവാചകന്റെ കണ്ണുകളിൽ കണ്ണുനീരൊഴുകി. അപ്പൊ ആ സ്വഹാബി ചോദിച്ചു, എന്റെ സമ്മാനം അങ്ങൊന്നിന് ഇഷ്ടമായില്ലയോ പ്രവാചക? എന്റെ സമ്മാനം അങ്ങൊന്നിന് ഇഷ്ടമായില്ലയോ? ആ പ്രവാചകന്റെ വാക്കെന്തറിയോ? അനുചര, ഇതിന്റെ തള്ളപ്പക്ഷി കരഞ്ഞു ക്ഷീണിച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖത്താൽ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കാൻ അതിന്റെ തള്ളപ്പക്ഷിക്ക് സാധിക്കുന്നുവെങ്കിൽ മോനെ, അതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അതാണ് പ്രവാചകൻ. കരുണാവാൻ നബി മണിമുക്തി രത്നമോ, ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. കരുണാവാൻ നബി മണിമുക്തി രത്നമോ, കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നു പ്രവാചകൻ. ആരോടും ഒരിക്കലും വെറുപ്പിന്റെ വാചകങ്ങൾ പറഞ്ഞിട്ടില്ല പ്രവാചകനെ ലോകം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകനെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട രണ്ടാമത്തെ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിന്റെ നാഥനെ. 2, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതം. ആ ജീവിതത്തിൽ ന്യായാന്യായങ്ങൾ നോക്കുന്ന ലോകമാണത്. എന്ത് ശരി ചെയ്ത് ഇനി നിങ്ങൾ മനുഷ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് അത്ഭുതം തോന്നിപ്പോയ ചിന്ത ഞാൻ പറയാൻ. നിങ്ങൾ ഒരു പാസ്പോർട്ട് ശരിയാക്കാൻ എന്തൊക്കെ കടലാസ് വേണം നിങ്ങൾക്ക്?
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഏത് ഹോസ്പിറ്റലിൽ ജനിച്ചു, എവിടെ ജനിച്ചു, അതിനൊരു രേഖ വേണം. ഇനി അച്ഛനമ്മമാരുടെ ഐഡന്റി കാർഡ് വേണം, ഫോട്ടോ പതിച്ച പാസ്പോർട്ട് കോപ്പി വേണം. ഇതൊക്കെ സമർപ്പിച്ച് പൂരിപ്പിച്ച് ക്യൂ നിന്ന് കാത്തുനിന്ന് ദിവസങ്ങൾ നിന്നിട്ടാണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ശരി, ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരക്ഷരം തെറ്റിപ്പോയാലോ? നാളെ വേറെടുത്ത് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ തന്നെയാണോ? ഇനി ഒരാള് വീട്ടുപേരിലും അറിയപ്പെട്ടു, അയാളുടെ പ്രദേശത്തിന്റെ പേരിലും അറിയപ്പെട്ടു. അങ്ങനെ അറിയപ്പെട്ടാൽ ഇത് രണ്ടും ഒരാൾ തന്നെ. അതിന് വില്ലേജിൽ പോകണം, 2 കടലാസ് അവിടെ നിന്ന് കിട്ടണം, അത് കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യണം. അങ്ങനെ തുടങ്ങി പ്രൊഫസറെ ഗസ്റ്റ് ഓഫീസറെ കൊണ്ട് ഒപ്പിടിക്കണം. അത് കൊണ്ടുപോയി അവർക്ക് ബോധ്യപ്പെടണം. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ രേഖകൾ ഉണ്ടാക്കണം അവിടെ ജീവിക്കാൻ. ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന ഒരാൾക്ക് ഈ നാട്ടുകാരനാണെന്ന് തെളിയിക്കാൻ ഒരുപാട് രേഖകൾ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 500-ലധികം ദേശാന്തര പക്ഷികൾ ഈ കേരളത്തിൽ വരുന്നുണ്ട്. പാസ്പോർട്ടില്ല, ചെക്ക് പോസ്റ്റ് ഇല്ല, എവിടെ ജനിച്ചു എന്നില്ല, എവിടെ വളർന്നു എന്നില്ല, ആരും അതിനെ നോക്കണില്ല. നായയും പന്നിയും പൂച്ചയും കാളയും പട്ടിയും പൂത്തും ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. എങ്കിൽ ഞാനും നിങ്ങളും പട്ടിയെ പോലെ മരിച്ചാൽ മണ്ണിന്റെ ഭാഗമാകെ ഒരിക്കലും ഇല്ല. ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോവും ശ്രീകൃഷ്ണൻ പറഞ്ഞ. അല്ലാതെ പന്നിയായും നായയായും ചണ്ടാലനായും അടുത്ത ജന്മത്തിൽ ജനിക്കുന്നല്ല, പന്നിയായി ജനിക്കുന്നല്ല. തദിഹ രമണീയാം ചരണേ ഹബ്യാശേ ഹയതേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി എന്നത് കടത്തിക്കൂട്ടിയതാണ്. ചതുർവർണ്ണ്യം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന ഗീതയിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ വാചകമാണ്. വേദത്തിന്റെ വാചകം എന്താണ്? ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് എല്ലാവരും. ആരും ഇവിടെ ബ്രാഹ്മണനില്ല, ക്ഷത്രിയൻ. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വാചക. ശരിക്കത് മനുഷ്യനിർമ്മിതമാണ്, സവർണ മേധാവിത്വമാണ്. അള്ളാന്റെ അടിമകൾ കറുത്താലും വെളുത്താലും മനുഷ്യനല്ലേ? ഒരമ്മ പ്രസവിച്ച മക്കളല്ലേ ജ്യേഷ്ഠാനുജന്മാർ. ഇന്ന അബാക്കും വാഹിദ് ഇന്ന റബ്ബുക്കും വാഹിദ്. നിങ്ങളുടെ ദൈവമേകൻ, നിങ്ങളുടെ പിതാവ് ആദം, ആദം മണ്ണിൽ നിന്ന്, നിങ്ങൾ ആദമിൽ നിന്ന്. അറബിക്ക് അനറബിയേക്കാൾ യാതൊരു പ്രത്യേകതയുമില്ല, കറുത്തവനും വെളുത്തവനുമില്ല. ഇല്ലാ ബിത്തഖ്വ, സൂക്ഷ്മത കൊണ്ടല്ലാതെ. ഇനി ഇവിടെ ഇരിക്കുന്ന നമ്മളോടൊക്കെ, നമ്മുടെ ഈ നാട്ടിലൊക്കെ എല്ലാ മനുഷ്യർക്കും ദൈവത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം ഏറെ ഏറ്റെടുത്തവരാണ് നമ്മൾ. അത് ചെയ്യുക. ആളുകൾ നമ്മളെ പരിഹസിക്കുകയോ കളിയാക്കുകയോ അപഹസിക്കുകയോ എന്തും ചെയ്തു കൊള്ളട്ടെ, ആ മേഖല ചിന്തിക്കാതെ നമ്മൾ നന്നായി ജീവിക്കുക, നന്നായി പെരുമാറുക, നല്ലതിനു വേണ്ടി ചെലവഴിക്കുക, നല്ലത് പ്രതീക്ഷിക്കുക, നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരോടും ചിരിക്കുക, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം വെക്കുക, ഒരാളെയും വഞ്ചിക്കാതിരിക്കുക, ഒരാളെയും ചതിക്കാതിരിക്കുക. ഈ സെൽഫി കോംപ്ലക്സ് ശിലാസ്ഥാപനം കർമ്മത്തിന്റെ ഭാഗമായി നടന്ന ഈ സമ്മേളനത്തിൽ എൻ്റെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ദീർഘിച്ച് ഞാനിന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി.